ഈ ജെയ്ഷെ മുഹമ്മദിന്റെ ലഷ്കർ-ഇ തോയ്ബയുടെ ഒക്കെ നേതാക്കളുടെ കേന്ദ്രങ്ങളെ തകർത്തു. നമുക്കൊപ്പം സുജയ പാർവതി കൂടി ചേരുന്നുണ്ട്. സുജയ പാർവതി, വെരി ഗുഡ് മോർണിംഗ്. വളരെ അഭിമാനകരമായ ഒരു ദിവസത്തിലാണ് സുജയ പാർവതി. സന്തോഷത്തോടെ ഞാൻ നമ്മൾ പറയുകയായിരുന്നു, ഇന്ത്യൻ സേനയ്ക്ക് നമ്മൾ കൊടുത്ത ഒരു പ്രതീക്ഷ, പ്രധാനമന്ത്രി കൊടുത്ത ആത്മവിശ്വാസം നിങ്ങൾക്ക് നിശ്ചയിക്കാം ഏതു സമയം എങ്ങനെ എവിടെ വെച്ച്. പാകിസ്ഥാനോടുള്ള ഈ പ്രത്യാക്രമണത്തിന് ഇന്ത്യൻ ആർമിയും എയർഫോഴ്സും നേവിയും തെരഞ്ഞെടുത്തു. പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീരിലെ 4 കേന്ദ്രങ്ങൾ, പാകിസ്ഥാനിലെ 5 കേന്ദ്രങ്ങൾ. അതിലൊന്ന് മുരിക്ക, അതിലൊന്ന് ബഹാവൽപൂർ. അതെ, മുസാഫറാബാദിലേക്കുള്ള, അതായത് ഭീകരതയുടെ വളമിട്ട് പാകിസ്ഥാൻ ആ മണ്ണൊരുക്കിയ ആ പ്രദേശത്ത് തിരിച്ചടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് മറുപടി. ആരതിയുടെ വാക്കുകൾ ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. നിരായുധക്കളായ സാധുക്കളായ ഞങ്ങൾക്ക് നേരെയാണോ നിങ്ങൾ ഭീരുക്കളായ പാകിസ്ഥാൻ നിറയൊഴിക്കേണ്ടത്? എങ്കിൽ ഈ പണി നന്നായി അറിയാവുന്ന ഇന്ത്യൻ സൈന്യം വെടിപ്പായി അതിനുള്ള മറുപടി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തകളിലേക്ക് കൂടി നമ്മൾ കടക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കാണുക, ആ പേര് നോക്കൂ സുജയ, ഓപ്പറേഷൻ സിന്ദൂർ. ഇന്ത്യയുടെ മക്കളുടെ, ഇന്ത്യൻ സഹോദരിമാരുടെ സിന്ദൂരം മായ്ച്ചവർക്കുള്ള മറുപടി. അതെ, ഭാരതീയ സ്ത്രീകൾക്ക് ഒരു സർക്കാരിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഉറപ്പാണിത്. അതായത് നിങ്ങളുടെ ഭർത്താക്കന്മാരെ ഇല്ലാതാക്കി അവരെ വിധവകളാക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവരുടെ കണ്ണീര് വീണ മണ്ണിൽ ആ കണ്ണീര് ഉണങ്ങുന്നതിന് മുൻപ് തന്നെ തിരിച്ചടി കൊടുത്തിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ആരതി സംസാരിച്ചത് നമ്മൾ കേട്ടില്ലേ? ഒരു വിശ്വാസത്തോടെയാണ് ആരതി അടക്കം കാത്തിരുന്നത്, തിരിച്ചടി കൊടുത്തിരിക്കും എന്നുള്ളത്. രാമചന്ദ്രൻ എന്ന ഒരു വ്യക്തി എന്നല്ല, അവിടെ മരിച്ച ഓരോ രാമചന്ദ്രന്മാരുടെയും വീടുകളിൽ ഇപ്പോഴും ആ സ്ത്രീകളുടെ ഒക്കെ കണ്ണിൽ നിന്ന് കണ്ണീർ വീണുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സിന്ദൂരമാണ് മായ്ച്ചത്. അതിന് തിരിച്ചു മറുപടി നമ്മുടെ സൈന്യം കൊടുക്കുകയാണ്. ഒരു സൈനികന്റെ ഭാര്യയും ഹിമാൻഷിയും ഉണ്ട് ഈ കൂട്ടത്തിൽ. അപ്പോൾ സൈനികന്റെ, സാധാരണക്കാരന്റെ, എല്ലാവരുടെയും വീടുകളിലെ സ്ത്രീകൾക്കുള്ള ബിഗ് ബ്രേക്ക്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടിരിക്കുന്ന തീവ്രവാദികളുടെ എണ്ണം എത്തുന്നു. 80ഓളം തീവ്രവാദികളെയാണ്, 26 ഇന്ത്യയിലെ നിരായുധരായ സാധുക്കളെ കൊന്ന പാകിസ്ഥാന്റെ 80ഓളം തീവ്രവാദികളെയാണ് ഇന്ത്യൻ സേന കൊന്നൊടുക്കിയിരിക്കുന്നത്. 80 പേരെയാണ്. 80 എന്നാണ് ഇപ്പോൾ നമ്മൾക്കറിയാൻ കഴിയുന്ന വിവരം. പാകിസ്ഥാന്റെ ടെറർ നഴ്സറി എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്തും പാകിസ്ഥാന്റെ ടെറർ ട്രെയിനിങ് കോളേജ് എന്നറിയപ്പെടുന്ന ബഹാവൽപൂരിലുമായി ഈ 9 ഇടങ്ങളിൽ ഇന്ത്യ നടത്തിയ മിന്നലാക്രമണത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് 80 തീവ്രവാദികളുടെ ജീവനാണ്. ഓപ്പറേഷൻ സിന്ദൂരിൽ 80ഓളം ഭീകരർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബഹാവൽപൂരിലും മുരിക്കയിലും മാത്രമായി 30-ലധികം ഭീകരർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. 30-ലധികം ഭീകരർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് വരുന്നത്. പിയാസുനിൽ നമുക്കൊപ്പം ചേരുന്നു. പിയാസുനിൽ, ഏറ്റവും ഒടുവിൽ